ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ ഒരു ആശ്വാസമൊക്കെ ആണെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞുണ്ടാവുന്ന ആ ഒരു പുഴുക്കുണ്ടല്ലോ, അത് അത്ര സുഖമുള്ള കാര്യമല്ല കേട്ടോ. പിന്നെ പോരാത്തതിന് പിള്ളേർ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലയ്ക്ക് സൗകര്യം കൂടി ഉണ്ടാവില്ല. അങ്ങനെ ചൂടും ആകെ ബഹളമൊക്കെ ആയിട്ടാട്ടോ ഇന്നത്തെ രാവിലെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് പച്ചമുളകിൻ്റെ തൈയൊക്കെ ഇങ്ങോട്ട് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പറിച്ച് നടാൻ പാകമൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ മുളക് തൈയും പറക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഈ വിരുദ്ധൻ എൻ്റെ കണ്ണിപ്പെട്ടത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ചുരുണ്ടുമുഴുവൻ നാട്ടോ പറയാറ്. അങ്ങനെ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ ആക്കി ഞാൻ നേരെ മുളക് തൈയും കൊണ്ട് പോയത് തറവാട്ട് പറമ്പിലേക്കാട്ടോ. അപ്പയുടെ പേരൊക്കെ ചെറിയൊരു വാരമൊക്കെ എടുത്ത് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മണ്ണ് കുത്തിളക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മഴയൊക്കെ പെയ്ത് അത്യാവശ്യം മണ്ണിനൊരു നനവൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടും കൂടി നിന്നവരെല്ലാവരും പറിച്ച് ഒറ്റയ്ക്ക് നട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. സങ്കടം മാറാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. പറിച്ച് നട്ടതിൻ്റെ ഒരു വിഷമം 2 ദിവസം എല്ലാവർക്കും ഉണ്ടാകും. അത് കഴിയുമേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. ഇനി കുറച്ച് നാളെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം കേട്ടോ ആ ഉഷാറൊക്കെ കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.